ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്. അതിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടങ്ങൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വന്ന ഒരു 4 മാർക്കിൻ്റെ ഒരു 4 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് സൂചകാങ്കങ്ങളുടെ ഉപയോഗങ്ങൾ. സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും അളക്കുന്നതിനും സഹായിക്കുന്നു. ബിസിനസ്സുകാർ, ഗവൺമെൻറ്, സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കൊക്കെ നയങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്നു. പിന്നെ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പ പ്രവണതകൾ, പണച്ചുരുക്ക പ്രവണതകളൊക്കെ അളക്കാൻ സഹായിക്കുന്നു. പണത്തിൻ്റെ ക്രയശേഷി അളക്കുന്നതിന് സഹായിക്കുന്നു, അതായത് പർച്ചേസിങ് പവർ അളക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഭാരിത സൂചകാംഗങ്ങൾ. ഭാരിത സൂചകാംഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ലാസ്പിയറുടെ വിലസൂചിക, പാഷയുടെ വിലസൂചിക, ഫിഷറിൻ്റെ വിലസൂചിക. നെക്സ്റ്റ് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നതാണ് പൈലറ്റ് സർവേ. എന്താണ് പൈലറ്റ് സർവേ? യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നമ്മളൊരു പരീക്ഷണ സർവേ നടത്തും, അതാണ് പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ. നമ്മൾ തയ്യാറാക്കിയ ചോദ്യാവലി ഒരു ചെറിയ ഗ്രൂപ്പിൽ ആദ്യം പരീക്ഷണം നടത്തും. അപ്പോൾ യഥാർത്ഥ സർവേയുടെ വിജയത്തിന് പൈലറ്റ് സർവേ സഹായിക്കുന്നു. യഥാർത്ഥ സർവേയുടെ വിജയത്തിന് പൈലറ്റ് സർവേ സഹായിക്കുന്നു. ഇതുമൂലം യഥാർത്ഥ സർവേയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി അറിയുന്നതിനും പോരായ്മകൾ പരിഹരിക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പൈലറ്റ് സർവേയാണ്. അപ്പോൾ അത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒന്നാണ് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫോർമേഷൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫോർമേഷൻ. അപ്പോൾ അതെന്തായാലും പഠിക്കുക. അത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം, ആദ്യത്തെ പോയിൻ്റ്. വിദ്യാഭ്യാസം ഒരാളുടെ കാഴ്ചപ്പാട് മാറ്റുന്നു, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ നിക്ഷേപങ്ങളും മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ആരോഗ്യം. ആരോഗ്യവാനല്ലാത്ത ഒരു മനുഷ്യൻ്റെ ഉൽപാദനക്ഷമത എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ നിക്ഷേപങ്ങളാണ് നടത്തുന്നതെന്ന് നോക്കാം. പ്രതിരോധ ചികിത്സാ ചെലവ്, രോഗനിവാരണ ചികിത്സാ ചെലവ്, വ്യക്തി ശുചിത്വത്തെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുക. അങ്ങനെ ആരോഗ്യ മേഖലയിൽ നമ്മൾ എന്തൊക്കെ നിക്ഷേപങ്ങൾ നടത്തിയാലും അത് മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടമാണ്. അടുത്തത് തൊഴിൽ പരിശീലനം. കൂടുതൽ കാര്യക്ഷമതയുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നതാണ് തൊഴിൽ പരിശീലനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ തൊഴിൽ പരിശീലനം ഒരു മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടമായി തന്നെ കണക്കാക്കാം. പരിശീലനം 2 രീതിയിൽ നടത്താം. പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ അതേ യൂണിറ്റിൽ തന്നെ നടത്താം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിലും നടത്താം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സ്ഥാപനത്തിലും പരിശീലനം നടത്താം. അപ്പോൾ അതും മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഒരു ഉറവിടമായി നമുക്ക് കണക്കാക്കാം. അടുത്ത 4ാമത്തെ പോയിൻ്റ് കുടിയേറ്റം നടത്തുന്ന തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്കോ ഒക്കെ കുടിയേറ്റത്തിനുള്ള ഏറ്റവും പ്രധാനമായ കാരണം തൊഴിലില്ലായ്മയാണ്. അപ്പോൾ അവിടെ നമ്മളുടെ കഴിവുകൾക്കനുസരിച്ച് എവിടെയാണോ നമുക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നത് ആ രാജ്യങ്ങൾ ലക്ഷ്യമാക്കി വൈദഗ്ധ്യമുള്ളവർ എന്ത് ചെയ്യുന്നു? കുടിയേറുന്നു. അപ്പോൾ ഈ കുടിയേറ്റവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അടുത്തത് ഇൻഫോർമേഷൻ. അറിവ് നേടുന്നതിന് വേണ്ടി നടത്തുന്ന ചെലവുകൾ മനുഷ്യമൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതും എന്താണ്? മനുഷ്യമൂലധന നിക്ഷേപത്തിൻ്റെ ഉറവിടമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എത്ര പോയിൻ്റുകളായിരുന്നു? 1 ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫർമേഷൻ, വിദ്യാഭ്യാസം. ഇത്രയായിരുന്നു പ്രധാനപ്പെട്ട മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടങ്ങൾ. അപ്പോൾ അത് മറക്കാതെ പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്താണ് ജൈവകൃഷി? ജൈവകൃഷിയുടെ ഗുണങ്ങൾ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ജൈവകൃഷി എന്താണ്? രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ജൈവകൃഷി. അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെ? 1 പോഷകമൂല്യം കൂടുതലാണ്. ജൈവകൃഷി അധ്വാനപ്രദമായതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ ജൈവ ഉൽപ്പന്നങ്ങൾ വിഷമുക്തമാണതിനാൽ പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര വിപണന സാധ്യതകൾ നിലനിൽക്കുന്നു. ജൈവ ഉൽപ്പന്നങ്ങൾ
വിഷവിമുക്തമാണ്. അതുകൊണ്ട് പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര വിപണന സാധ്യതകൾ നിലനിൽക്കുന്നു. ജൈവകൃഷി പരിസ്ഥിതി സൗഹൃദപരമാണ്. ജൈവകൃഷി പ്രാദേശികമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സാധ്യമാണ്.